ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി KSKTU ജില്ലാ സെക്രട്ടറി V. ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റിനോട് പറഞ്ഞു, ഇങ്ങനെ സർക്കാർ കടവാങ്ങിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട. അപ്പോ മുടങ്ങി 5 മാസത്തെ അല്ലേ, 5 മാസത്തെ മുടങ്ങിയില്ലേ? എന്താ കാരണം? ഇത്ര കാലം പിടിയിട്ടില്ലല്ലോ. ഇതാണ് കാരണം. മുകളിലിരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന RSSന്റെ ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി, അതിന് നേതൃത്വം കൊടുക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി കേരള ഗവൺമെന്റിനോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ കടം വാങ്ങിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട. അപ്പോഴാണ് അത് മുടങ്ങിയത്. മുടങ്ങിയത് വീണ്ടും കൃത്യമാവാൻ തുടങ്ങിയില്ലേ? ഒരു ഗഡു കൂടിയില്ലേ? കിട്ടാനല്ലോ, വേറെ എല്ലാം കിട്ടിയില്ലേ? തീർന്നില്ല. ഈ 1600 രൂപ ഒരു 5000 റുപ്യ ആക്കണ്ടേ? 5000 ആയില്ലെങ്കിലും ഒരു 2500 റുപ്യെങ്കിലും ആക്കണ്ടേ? ഇടതുപക്ഷ ജനാധിപത്യപരണി ഗവൺമെന്റ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് 2500 രൂപ കൊടുക്കണമെന്നാണ്. പക്ഷേ ധനകാര്യം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഖജനാവിൽ പണമില്ല. എവിടെ പോയി ഈ പണം? നമ്മൾ ആലോചിക്കണം, അമ്മമാരാലോചിക്കണം, പ്രായമായ കാരണവന്മാരാലോചിക്കണം. എവിടെ പോയി ഈ പണം? കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന 1,80,000 കോടി രൂപയാണ് കേരളത്തിന് തരാതിരിക്കുന്നത്. VC ദേവദാസ് അധ്യക്ഷത വഹിച്ചു. M. നാരായണൻ, ശങ്കരൻകുട്ടി, PK ചെല്ലുക്കുട്ടി, TV ഗിരീഷ്, PV രതീഷ്, PP വിജയൻ, M. രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.